താഴെ കാണുന്ന വീട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 5:39 ആയിട്ടുണ്ട്. നമ്മളിനി ഡബിൾ ഡെക്കർ ലീവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്ക് പോവാണ്. ഇവിടെ നിന്നൊരു ½ ജേണി ഉണ്ട് നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന്. അപ്പോൾ നമുക്ക് കുറച്ചധികം ട്രക്ക് ഉണ്ടെന്ന് പറയാൻ കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ. ഹലോ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മളിവിടെ സത്യം പറഞ്ഞാൽ എത്തി. പക്ഷെ നമ്മൾ ഗൈഡ് വേണം നമുക്ക് അതിനുള്ളിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഒരു തിക്ക് ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഗൈഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആരും കാണാനില്ല, ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ കാണാനില്ല. ഇതൊരു വില്ലേജിൻ്റെ ഉള്ളിലാണ്. നമുക്ക് നോക്കി നോക്കാം. യെസ്, ഫൈനലി നമ്മൾ 2000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഫൈനലി നമ്മൾ സിംഗിൾ ഡെക്കർ ലീവിംഗ് റൂട്ട് ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. ഒരേ ടൈം 2 ആൾക്കേ അലൗഡ് ഉള്ളൂ. ശരിക്കും നിറച്ച് പാറക്കെട്ടും നല്ല രസമുണ്ട്. പക്ഷെ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ ജസ്റ്റ് ഡ്രൈ ആയി കിടക്കുക. ട്രക്കിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് ബൈ റോഡ് ഫ്രം ആന്ധ്രാപ്രദേശ് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസും കുറച്ച് എക്സ്പീരിയൻസും കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ യുവർ നെയിം? My name is Shivashankar. I am from Andhra Pradesh. How did you come here? It's good. My dream is one long ride without pollution. Seeing in my country. Oh my God. So I choose in bicycle. Very nice. That's my dream.
when did you start from Andhra Pradesh? Near to Tirupati, 70 kilometers. When did you start? What date? February 12th. Oh, February 12th. Yeah. So is it like whole 1 month. 33 days? Yeah, Andhra Pradesh to Odisha, Orissa to West Bengal, Kolkata, Bangladesh border, Siliguri to Assam, Guwahati to Meghalaya. Very nice. So what's the next destination? Next station is Meghalaya, Dauki, okay. seeing that Bangladesh border. Border. After that? After that, going in Manipur, Tripura. Oh. It's a long trip. ഇത് പെപ്പറാണേ. നമ്മളോട് കുറച്ചുകൂടി വലിയ വലിയ മണികളല്ലേ, ഇതവരിങ്ങനെ ഉണക്കാനിട്ടിരിക്കാം. ഡെക്കറിന്ന് ജസ്റ്റ് ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. നമുക്ക് അത്യാവശ്യം ലൈം ജ്യൂസ് അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ഷീണം മാറ്റാനായിട്ട് നമുക്ക് ഇനിയൊരു 1600 സ്റ്റെപ്പ് ഉണ്ട് ഡബിൾ ഡെക്കറിലേക്ക്. അപ്പം ഇതിനോട് വാഷ്റൂമും ഉണ്ട്. അപ്പം നമുക്ക് ഇൻ കേസ് ആർക്കെങ്കിലൊക്കെ ആവശ്യമുള്ള നമുക്ക് കുഞ്ഞ് സെറ്റപ്പ് കൂടി ഉണ്ട്. ബാത്റൂം അത്യാവശ്യം ക്ലീനാണ്. എനിക്കത് കോമൺ അല്ലാന്ന് തോന്നുന്നു, ഇവിടെ വീട്ടിൽ ആരെയാണ്, പക്ഷെ നല്ല ആൾക്കാരാണ്. എന്താ പറയുക, ഒരു യൂസ് ചെയ്തോളം പറഞ്ഞു നമ്മുടെ അടുത്ത്. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിന്റെ പേരാണ് ഇപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഞങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയാത്തതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. यहाँ का पहले से 2 साल 3 साल हो गया. अभी एक टूरिस्ट था यहाँ का, नीचे में पानी डूब गया, मर गया. स्विमिंग में उतना नहीं आता है, उसके प्रॉब्लम है. अभी इसलिए लाइफ जैकेट चाहिए. बिना लाइफ जैकेट में नहीं जा सकते पानी में. ഹലോ, ഞങ്ങൾ ഡബിൾ ഡെക്കർ ഇടയ്ക്ക് നടക്കുന്ന വഴി ഒരു ടീ ഷോപ്പ് കണ്ടപ്പോൾ വയ്യാതെ, അപ്പോൾ ഞങ്ങൾ ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി. ഇവിടെ ഫൈനലി നമ്മൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വാട്ടർ ഫോൾസ് പോലെ, പക്ഷെ അധികം വെള്ളമില്ല, പക്ഷെ നിറച്ച് മീനുകളുണ്ട്. ആ ഒരു പോണ്ട് പോലുള്ള ഫുൾ സെറ്റപ്പാണ്. പക്ഷെ ഇപ്പോൾ മഴയില്ലാത്ത കാരണം അത്ര ഇല്ല, ജസ്റ്റ് വെള്ളം ചെറുതായിട്ടേ ഉള്ളൂ. ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സും കൂടി നമ്മൾ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ലെഗോൺ സ്വിമ്മിംഗ് പൂളിൽ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു
കമ്പിയുള്ള ബ്രിഡ്ജിലൂടെ വരുമ്പോൾ അടിയിൽ നമ്മളൊരു പൂള് കണ്ടില്ലേ, അവിടേക്കാണ് നമ്മൾ സ്വിമ്മിങ്ങിന് പോകുന്നത്. സ്വിമ്മ് ചെയ്യാൻ അറിയാത്തവർക്ക് ലൈഫ് ജാക്കറ്റും ഉണ്ട്, ചെറിയൊരു എന്താ പറയുക ഡ്രസ്സിങ് മാറാനുള്ള സെറ്റപ്പും ഉണ്ട്. ഇതിലായിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ലൈം ജ്യൂസ്, മാഗി, അങ്ങനെ ചെറിയൊരു കോഫി കുടിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഞങ്ങളിവിടെ മെല്ലെ മാഗിയും എന്താ പറയുക ജ്യൂസ്, ലൈം ജ്യൂസ് എല്ലാം കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, റെസ്റ്റ് ചെയ്യാണ്. പോയത് ഈ ബ്രിഡ്ജിലൂടെയാണ്, നമ്മൾ വരുന്നത് ഇതിലൂടെയാണ്. നമ്മൾ ഈ പോകുന്ന സ്ഥലമാണ് ഈ താഴെ കാണുന്ന പൂള്. ഇതാണ് ബ്ലൂ ലഗോൺ സ്വിമ്മിങ് പൂളാണിത്. നാച്ചുറലി നമ്മൾ ഫ്ലാറ്റിൽ നമ്മൾ കുറേ പൂൾ കളിക്കാറ്, പക്ഷെ ഇത് നേച്ചറിൽ നമുക്ക് കിട്ടുന്നൊരു പൂളാണ്. നല്ല രസമുണ്ട്, എന്ത് ക്ലീനാണ് ആ വാട്ടർ. നമ്മൾ ഇനി അടുത്ത് അവിടേക്കാണ് പോകുന്നത് സ്വിമ്മിങ് ചെയ്യാനായിട്ട്. നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട് അവിടെ, അതുപോലെ നമുക്ക് ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ടാർപ്പായ സെറ്റപ്പിൽ ഒരിതുണ്ട്. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് വരാം. सब जाना है पानी പൂളിൽ പാർക്കുന്നത് നമ്മൾ നേരെ വന്ന് പൂളിലേക്കാണ്. ഇവിടെ നമുക്ക് ഡ്രസ്സ് ഉണ്ട് വാങ്ങാനായിട്ട്, ലൈഫ് ജാക്കറ്റ് ഉണ്ട്, നമുക്ക് ഡ്രസ്സ് വാങ്ങേണ്ട ഒരു ടാർപ്പായി ഒരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ പൂളിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ അടുത്ത് ചാടാൻ പോകുന്ന പൂളാണ്. ആ കാണുന്ന ഇവിടെ നിന്നാണ് നമ്മൾ കണ്ടത് ഈ പൂള്. ജാക്കറ്റ് ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്, നമ്മളിന്ന് പൂളിലേക്ക് പോവാണ്. ഞങ്ങൾ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നു, നല്ല രസമായിട്ട് കളിച്ചു. ഇപ്പോൾ പക്ഷെ നല്ലോണം ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ തിരിച്ച് പിന്നെ 1.5 കയറ്റം കയറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ മെല്ലെ ബ്രേക്ക് എടുത്ത് കയറാൻ പോകും. അപ്പോൾ വെച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഇനി മുകളിൽ വെച്ച് കാണാം എന്നൊക്കെ. ഫൈനലി ഞങ്ങൾ എന്താ പറയുക ഇതിൻ്റെ നമ്മുടെ എൻട്രൻസ് തിരിച്ചെത്തി. ഞങ്ങൾക്ക് സത്യം നമ്മൾ താഴേന്ന് എന്താ പറയുക ഓരോ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ എൻട്രൻസ് കണ്ടപ്പോൾ കിട്ടിയൊരു ഫീലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് നമ്മുടെ മൗലിംഗ് വില്ലേജിലേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടയേർഡായി എല്ലാവരും. അപ്പോൾ വിശക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഓറഞ്ച് റൂട്ട്സിനും വേണ്ട അത്യാവശ്യം ഇവിടെ ഫേമസാണ്. കുറേ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ബോർഡ് കണ്ടിരുന്നു. നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തത് വില്ലേജിൽ പോകാനായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാവരും സത്യം പറഞ്ഞാൽ കാറിൽ കയറി റെസ്റ്റ് എടുത്തപ്പോൾ ക്ഷീണമൊക്കെ മാറി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലല്ല, കുറച്ച് ഡീവിയേഷൻ എടുക്കും. അടുത്തായിരുന്നു ഒരു ഞങ്ങൾ ഓറഞ്ച് റൂട്ട്സ് റെസ്റ്റോറൻ്റ് എന്ന് ശരിക്കും ഒരു 11 മിനിറ്റ്സിലാണ് ഈ നോർക്കളി വാട്ടർഫോൾസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അതും കൂടി ഇത് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് വന്നു. സൺസെറ്റ് ആവാറായിട്ടുണ്ട്, നമുക്ക് സൺസെറ്റും കണ്ട് വാട്ടർഫോൾസും കണ്ടിട്ട് വരാം. നല്ല രസം.